നിങ്ങൾ ആ കാണുന്നുണ്ടല്ലോ ആനയുടെ കൂട്ടമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആനക്കുളത്ത് വന്നാൽ ഈ ഒരു കാഴ്ച ഇവിടെ ഉള്ളവർക്ക് ഇതൊരു സാധാരണ കാഴ്ചയാണ്. പക്ഷേ ഈ ആനകൾ ഇറങ്ങി വരുന്നത് അതുപോലെ തന്നെ കൂട്ടമായിട്ട് 40 എണ്ണമൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മൈതാനത്ത് നമുക്ക് കുറേ നേരം കളിക്കുകയോ അല്ലെങ്കിൽ ഇറങ്ങി നിൽക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആന വരുന്ന ഒരു ടൈം ആകുമ്പോഴത്തേന് ആന ഇറങ്ങി വരുന്ന ടൈമിലേക്ക് ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് ഇച്ചിരി നീങ്ങി നിന്നാണ് ഇത് കാണുന്നത്. കാരണം ആളുകളുടെ ശബ്ദം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി വരില്ല, വെള്ളം കുടിക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, 4:30-ക്ക് ശേഷം വരാൻ ശ്രമിക്കുക. 4:30-ക്ക് ശേഷം ഇവിടെ ആന ഇറങ്ങത്തുള്ളൂ. ചിലപ്പോൾ 5 മണിയാവും, ചിലപ്പോൾ 6 മണിയാവും, ചിലപ്പോൾ 7 മണിയാവും. ഇന്ന് 10 ആനയാണുള്ളത്. 5 കുഞ്ഞാനയും 5 വലിയ ആനയുമാണുള്ളത്. ഒരു അടിപൊളി കാഴ്ചയാട്ടോ. ഇതുവരെ മൂന്നാർ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം ഈ ഒരാഴ്ച മുമ്പാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ തീരുമാനിച്ചു ഇവിടെ വരണം എന്നുള്ളത്. കൂട്ടമായിട്ട് കാട്ടാന വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലം. ഇവിടുത്തെ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ആനകൾ കൂട്ടമായിട്ട് വന്ന് വെള്ളം കുടിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു വെള്ളത്തിന് ധാതു ലവണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ആനകൾ ഇവിടെ വന്ന് ഈ കാട്ടിലെ ആനകൾ ഇവിടെ വന്ന് കുടിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഒരു പാറയുണ്ട്. ആ പാറ തുമ്പിക്കൈ കൊണ്ട് ആന മാറ്റിയതിന് ശേഷമാണ് അവിടുത്തെ ഉറവലിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. ഇവിടുത്തെ ആളുകളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇവിടുത്തെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ പശുവിനെയൊക്കെ കാണുന്ന ഒരു ലാഘവമാണ്. നമ്മളൊക്കെ ആനയെ നോക്കുന്ന സമയത്ത് അവർ ഒക്കെ അതൊന്നും വലിയ കാര്യമല്ലാത്ത രീതിയിൽ മാറി നിൽക്കാറുണ്ട്. ഒരുപാട് പേര് പക്ഷെ നമ്മളെപ്പോലെ കാണാൻ എത്തിയിട്ടുമുണ്ട്. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജിൻഷ ബഷീർ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മൂന്നാറിലെ സ്പൈസ് കൺട്രി റിസോർട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം ആനക്കുളമാണ്. നിങ്ങൾ സ്പൈസ് കൺട്രി റിസോർട്ടിൽ എത്തുകയാണെങ്കിൽ ആനക്കുളത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ജീപ്പിലാണ്. ജീപ്പിൽ അവിടെ ഓഫ് റോഡൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കേട്ടറിവ് മാത്രമാണ്. അവിടെ ആനകൾ വെള്ളം കുടിക്കാൻ എത്തുമെന്നാണ് കേൾക്കുന്നത്. ഒരുപാട് ആനകളും ആനക്കുട്ടികളും എത്തുമെന്നാണ് കേൾക്കുന്നത്. നമ്മളിന്ന് പോകുമ്പോൾ അത് നേരിട്ട് വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്ര ആനക്കുളത്തേക്ക് പോകാനുള്ള നമ്മുടെ ജീപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങിയാണ് ആനക്കുളത്തേക്ക്. ജീപ്പിലൂടെ നമുക്കൊരു യാത്ര.
ആനക്കുളത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ സ്പൈസ് കൺട്രിയിൽ നിന്ന് ആനക്കുളത്തേക്ക് വന്നതാണ്. സ്പൈസ് കൺട്രിയാണ് നമുക്ക് ആനക്കുളത്തേക്ക് വരാനുള്ള ജീപ്പ് അറേഞ്ച് ചെയ്ത് തന്നത്. വരുന്ന വഴിയിൽ ഒരു ആറ് ഒഴുകുന്നത്, അതിലൂടെയുള്ള ദൃശ്യങ്ങളും അല്ലെ ആ ഒരു വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ആനക്കുളത്ത് എത്തിയപ്പോൾ ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞാൽ നമ്മൾ വന്ന ടൈം 3:45 4:30 ശേഷമേ ആന വരികയുള്ളെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടികൾ നമ്മുടെ ഈ ആന വരുന്ന ടൈമിൽ ആ ഗ്രൗണ്ടിൽ നിന്ന് മാറി നിൽക്കും. 4:30 ശേഷമേ ആന വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ചില ദിവസങ്ങളിൽ 5 മണി കഴിയും, ചില ദിവസങ്ങളിൽ 7 മണിയാകുമെന്ന് പറഞ്ഞു. ഇത് ഒരുപാട് നേരം ഇവിടെ കാണും. ആനകൾ ചിലപ്പോൾ 40 എണ്ണം ഒക്കെ വരുമെന്ന് പറഞ്ഞു, ചില ദിവസങ്ങളിൽ 20. അപ്പോൾ ഇന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. 4:30 1 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കാം ആന വരുന്നുണ്ടോ എന്നുള്ളത്. ചിലപ്പോൾ 7 മണിയാവും. എന്തായാലും ആനയെ കണ്ടിട്ടേ ഇന്ന് പോകത്തുള്ളൂ. അതുവരെ നമുക്ക് ഇവിടേക്ക് ഒന്ന് കാണാം. അപ്പോൾ ഇതാ 5 മണിയായപ്പോൾ നമ്മുടെ ആനകൾ എത്തിയിട്ടുണ്ട്. ആനകളെയാണ് നിങ്ങളാ കാണുന്നത്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, 4:30 ശേഷം വരാൻ ശ്രമിക്കുക. 4:30 ശേഷം ഇവിടെ ആന ഇറങ്ങത്തുള്ളൂ. ചിലപ്പോൾ 5 മണിയാവും, ചിലപ്പോൾ 6 മണിയാവും, ചിലപ്പോൾ 7 മണിയാവും. ഇന്ന് 10 ആനയാണുള്ളത്. 5 കുഞ്ഞാനയും 5 വലിയ ആനയുമാണുള്ളത്. അടിപൊളി കാഴ്ചയാട്ടോ. ഇതുവരെ മൂന്നാർ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം ഈ ഒരാഴ്ച മുമ്പാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ തീരുമാനിച്ചു ഇവിടെ വരണം എന്നുള്ളത്. കൂട്ടമായിട്ട് കാട്ടാന വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലം. ഇവിടുത്തെ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ആനകൾ കൂട്ടമായിട്ട് വന്ന് വെള്ളം കുടിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു വെള്ളത്തിന് ധാതു ലവണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ആനകൾ ഇവിടെ വന്ന്, ഈ കാട്ടിലെ ആനകൾ ഇവിടെ വന്ന് കുടിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഒരു പാറയുണ്ട്, ആ പാറ തുമ്പിക്കൈ കൊണ്ട് ആന മാറ്റിയതിന് ശേഷമാണ് അവിടുത്തെ ഉറവലിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, ഇവിടുത്തെ ആളുകളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇവിടുത്തെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ പശുവിനെയൊക്കെ കാണുന്ന ഒരു ലാഘവമാണ്. നമ്മളൊക്കെ ആനയെ നോക്കുന്ന സമയത്ത് അവർ ഒക്കെ അതൊന്നും വലിയ കാര്യമല്ലാത്ത രീതിയിൽ മാറി നിൽക്കാറുണ്ട്. ഒരുപാട് പേര് പക്ഷെ നമ്മളെപ്പോലെ കാണാൻ എത്തിയിട്ടുമുണ്ട്. ഈ ആന വന്ന് വെള്ളം കുടിക്കുന്നതിൻ്റെ സൈഡിലായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട്. ഇത് കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആന വരുന്ന ടൈമിൽ ഇവർ ആ കളിസ്ഥലത്ത് നിന്ന് മാറി നിൽക്കും. ആന ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു കളിസ്ഥലമാണ് ഇതിൻ്റെ സൈഡിലായിട്ട്, ആനക്കുളത്തിന് അടുത്തായിട്ട്. ഈ 2 വഴി നിങ്ങൾക്ക് കാണാൻ കഴിയും. 2 വഴിയായിട്ട്, ഈ കാട്ടിക്കൂടുള്ള 2 വഴിയായിട്ടിരിക്കുന്ന ഭാഗത്തോടാണ് ആനകൾ ഇറങ്ങി വരിക. ഈ വെള്ളം കുടിക്കാൻ ഇവിടെ വന്നതിന് ശേഷം അവർ നിൽക്കുന്ന ആ ടൈം വരെയും കുട്ടികൾ കളിക്കുകയാണെങ്കിൽ മാറി നിൽക്കും. ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നവരെല്ലാം മാറി കുറച്ച് ഇങ്ങോട്ട് മാറി നിന്നുകൊണ്ടാണ് ഇത് കാണുന്നത്. ആന പോയതിന് ശേഷമേ വീണ്ടും കളി ആരംഭിക്കത്തുള്ളൂ.
ഇത്രയും അടുത്ത് ആനകളെ കാണുന്ന വേറൊരു സ്ഥലം നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ ജീവിതത്തിലും ആദ്യമായിട്ടാണ്. സാധാരണ കഴിഞ്ഞ ദിവസങ്ങൾ 70 ആനകളോളം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളൊരു 3:45 ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:45 അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം ഇരുന്നിട്ടും 10 ആനകളെ കണ്ടിട്ടുള്ളൂ. അതിന് ശേഷം ആനകളൊന്നും വന്നിട്ടില്ല. ഇനി ഒരുപാട് സമയം വൈകിക്കഴിഞ്ഞാൽ നമ്മൾ റിസോർട്ടിലെത്താൻ താമസിക്കും. ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങളുമായി ഞാനെത്തും. മറക്കണ്ട ജിൻഷ ബഷീർ എന്ന പേജ് ലൈക്ക് ചെയ്യുക, ജിൻഷ ബഷീർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരയ്ക്കും ബൈ ബൈ.